സാർ, ഹൗ ആർ യു സർ? ഫൈൻ സർ. കാലിലൊന്നും പറ്റിയില്ലല്ലോ. ഏയ് സീത, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീട് വാടകയ്ക്ക് നോക്കിയതാ. എത്രയാ വാടക പറഞ്ഞേ? ഇത് സീതയ്ക്കുള്ളതാ. ഇത്ര വലിയ വീടോ? അയാൾക്ക് ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും ഒരുപാട് ദൂരമുണ്ട് അല്ലേ സീത? അതൊന്നുമില്ല, അടുത്ത് തന്നെയാവും. ഒന്ന് ചുമ്മാതിരിക്കും സാർ, കോമഡി പറയല്ലേ. അല്ലേ സീത, തനിക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമാവില്ലേ? തനിക്ക് ഈ വീട് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഈ വീട് ഞാൻ വാടകയ്ക്ക് എടുക്കാം. കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി പോരാ. അതെ സർ, റാം പറഞ്ഞത് ശരിയാ. ഈ വീട് ഒരുപാട് ദൂരത്താ സ്കൂളിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ. ഞാനാണെങ്കിൽ അത് ആലോചിച്ചതുമില്ല. സീതാ മാഡം, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടാക്കാമല്ലോ. എന്ത് ചെയ്യാനാ സാർ, ഞങ്ങളുടെ ആ ഓഫീസ് എടുത്ത് ഇതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ സാറിന് പറ്റുമോ? കോമഡി പറയല്ലേ. സർ, എനിക്ക് ഈ വീട് സെറ്റ് ആവുന്നില്ല സർ. ഓഫീസിന്റെയും സ്കൂളിന്റെയും ഒക്കെ അടുത്തുള്ളൊരു ആ ഏരിയ തന്നെ ഞാൻ നോക്കിക്കോളാം സർ. ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കോളാം സീതാ മാഡം. സാർ, സാർ ഒന്ന് അടങ്ങിയിരുന്നേ, അതൊക്കെ വെറുതെ ബുദ്ധിമുട്ടാവില്ലേ? ഞാനൊരു വീട് നോക്കുന്നുണ്ട്, നമുക്കെന്നാ ഒരുമിച്ച് നോക്കിയാ പോരെ? എന്താണ് തന്റെ അഭിപ്രായം? ഓക്കെ സർ, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഒരുപാട് താങ്ക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന്. ഞാൻ പോവാണേ. ആർപി സാർ, താങ്ക് യു സാർ. ഡോർ ചെറുതായിട്ട് സോറി കേട്ടോ. ചീത്ത വല്ലതും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മൊത്തം പറഞ്ഞു, റോഡിൽ വെച്ചൊന്നും വേണ്ട. ഐ ആം സോറി. വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് എന്തോ താൻ ഒറ്റയ്ക്ക് പോകുന്ന എനിക്ക് അത്ര ശരിയായി തോന്നിയില്ല, അതുകൊണ്ടാ. താങ്ക്സ്. താങ്ക്സോ? നിനക്ക് ലൊക്കേഷൻ അയച്ചത് നീ വരാൻ വേണ്ടിയാ. ഒരു മിനിറ്റ്. താനെന്തോ അറിയാതെ എനിക്ക് ലൊക്കേഷൻ അയച്ചു എന്നാ ഞാൻ കരുതിയത്. ഒറ്റയ്ക്ക് പോയതല്ലേ, അത് എങ്ങോട്ടാന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ആ വീട് എങ്ങനെയുണ്ടെന്നറിയാൻ എനിക്കും ഒരു ക്യൂരിയോസിറ്റി വന്നു. എന്തായാലും താൻ ചീത്ത പറയും, അതെനിക്ക് ഒരു ശീലമായി. പറഞ്ഞാലും സാരമില്ല, നിർത്തിയാൻ വന്ന. സോറി ഉണ്ട്, താങ്ക്സ് ഉണ്ട്. താൻ സോറി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. താൻ വെറുതെ എന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര സഫോക്കേഷൻ ആയിരുന്നു. ജസ്റ്റ് ചിൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. താനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണേ. ആക്ച്വലി യു ആർ ഗ്രേറ്റ്. ഇത്രയും ഷോർട്ട് ടൈമിൽ അത്രയും വലിയൊരു വീട് കണ്ടുപിടിക്കാന്നുള്ളത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. എന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിച്ചല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്കും സിഹിക്കും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ സിഹിയെ പോലെയാണെന്നോ? ഞാനെന്താ അവളെ പോലെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോ? സീതമ്മ ബാഗിൽ എന്തെങ്കിലും ഉണ്ട് കഴിക്കാന്താ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചോ? നീ ചെറിയ പ്രായത്തിലെ ഇങ്ങനെയാണോ അതോ വലുതായപ്പോ ഇങ്ങനെയായി പോയതാണോ? ഐ വിൽ ടെൽ യു സംതിങ്, ഓക്കെ? എന്റെ ജാതകത്തില് ഞാൻ വലുതായാലും എന്റെ കുട്ടികളിയൊന്നും മാറില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാ. ഈ ഫ്ലാറ്റും കൂടി ചേർത്ത് ദശഗൃഹങ്ങൾ നമ്മൾ ദർശിച്ചു. ഇനി 11ാമത്തെ എവിടെയാ? അയ്യോ, ഇനി പറ്റില്ലടാ, ലേറ്റായി. വീട്ടിൽ പോ, വാ. ഒരു മിനിറ്റ്. സത്യമായിട്ടും എനിക്ക് ഈ ലോയർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അത് എന്താ പറയാ, നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ഹെൽപ്പ് ചോദിച്ചു പോയിട്ടില്ല. ഏട്ടത്തിയാ ഇയാളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നത് കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. കല്യാണക്കാരിയോ? ഞാൻ അന്നേ പറ്റില്ലെന്ന് പറഞ്ഞതാ. എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇയാൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും ഞാൻ ഇയാളെ കാണാൻ വരുമ്പോ എന്റെ ഉള്ളിൽ എന്തോ ഒരു ആദിയാ. അയ്യോ, എന്റെ തലയിലാണല്ലോ ഇതെല്ലാം വന്നേന്ന് ആലോചിക്കും. ലീഗൽ വിഷയങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്താ, എന്തുപറ്റി? എന്നാ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നിന്നോടിത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ ബെറ്റർ ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞതൊന്നും നീ തെറ്റായ അർത്ഥത്തിൽ എടുക്കില്ലെന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. താങ്ക് യു റാം. യു ആർ വെൽക്കം. എന്നാ പോയാലോ? വാ. സർ 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 സർ
സർ സർ സർ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സർ. സർ നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? സർ നിങ്ങൾ എന്തിനാ അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്? ഏയ്, ഈ ആർപിക്ക് അഡ്വൈസ് തരുന്നോ? എന്നെ ഉപദേശിക്കാൻ മാത്രം വലുതായുടെ നീ? ഇല്ല സർ. നോക്ക്, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിട്ട് വേറൊരുത്തനെ കൊണ്ട് കെട്ടിക്കാനാ പ്ലാൻ അല്ലേ? വേറെ പയ്യനോ? ആരാ സർ അവൻ? മുഴുവൻ നേരം അവന്റെ കൂടെയല്ലേ കറക്കം, നിനക്കറിയില്ല? ആഹാ, ഞാനാണ് അറിയില്ല. വേണ്ട, എന്റെ പേഴ്സിൽ ഒരു 15 രൂപയുണ്ട്. ആ 15 രൂപയുടെ മേൽ സത്യം ചെയ്ത് ഞാൻ പറയാം അവൻ ആരാന്ന് എനിക്ക് അറിയില്ല. സർ, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ഫോണിൽ പറഞ്ഞ ശേഷം ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു. അവൾ അവിടെ ഇല്ലായിരുന്നു. ഏയ്, ബുദ്ധിയില്ല നിനക്ക്. അവൾ അവന്റെ കൂടെ ചുറ്റി കറങ്ങുക അറിഞ്ഞിട്ടും നീ എന്തിനാ അവളുടെ വീട്ടിൽ പോകുന്നേ? സർ, നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീൽ കുപ്പായ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് എന്റെ വാക്കും. തീർച്ചയായും ഞാൻ എന്റെ വാക്ക് പാലിക്കും സർ. നിങ്ങളൊന്ന് ദേഷ്യം പിടിക്കാതിരിക്കെ. ഞാൻ വരട്ടെ സർ. സോറി, ഞാൻ കാരണം നീ ലേറ്റായി. ലേറ്റ് ആയത് ഞാൻ മാത്രമല്ലല്ലോ, താനും കൂടെ അല്ലേ. പിന്നെ എന്താ? പക്ഷേ എനിക്ക് വേണ്ടിയല്ലേ നീ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയത്? ഹലോ, ഞാനും എനിക്കൊരു വീട് നോക്കുന്നുണ്ട്. അത്ര സെൽഫിഷായി സംസാരിക്കില്ലേ? നീയും അതെ. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും സംസാരിക്കരുത്. എങ്ങനെ? ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി, എന്നാലും വേണ്ട. എനിക്ക് നീ നല്ലൊരു ഫ്രണ്ടാ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഡൺ ബോസ്. ഹലോ. ഹലോ സീത. അമ്മേ ഇവിടെ ഗേറ്റിന് മുന്നിലുണ്ട്. ഹാവ്, ഇത്ര നേരമായിട്ട് നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അമ്മേ, അതാ ലേറ്റായി. ദാ എത്തി. ശരി മോളെ. ശരി, ഓക്കെ. ഓഹോ, അപ്പോ തനിക്ക് കള്ളമൊക്കെ പറയാം അല്ലേ? ഞാൻ എന്ത് കള്ളം പറഞ്ഞു? തനിക്ക് അവരോട് വീട് നോക്കാൻ വേണ്ടി പോയതെന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു കളവും പറഞ്ഞില്ല. സത്യം മറച്ചു വെച്ചെന്നേ ഉള്ളൂ. നിന്നെ പോലെ കാണുന്നവരോടൊക്കെ ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെങ്ങനെ ശരിയാവാനാപ്പോ? താൻ എന്താ ഈ കണ്ടവരോടൊക്കെ ഈ ഭർത്താവാണെന്ന് പറയാൻ നിൽക്കുന്നത്? താൻ ഭാര്യയല്ലേ? സോറി. എന്നാ പിന്നെ ഞാൻ അടുത്ത തവണ തമാശ പറയുമ്പോ രാഹുകാലൊക്കെ നോക്കി പറയാം. അതൊക്കെ അല്ലേ? ഈ കാര്യത്തില് ഇനി തമാശ പോലും വേണ്ട. ഓക്കെ ബോസ്, പോവല്ലേ? ഹലോ, വരൂ. വരാനോ? ഓ, തനിക്ക് ഇവിടെയും വീട് വല്ലതും നോക്കാനുണ്ടോ? നിന്റെ ലിറ്റിൽ ഫ്രണ്ടിനെ നീ മറന്നുപോയോ? അവളോടൊരു ഹായ് പറ, അവൾക്ക് ഭയങ്കര സന്തോഷാവും. നിന്നെ കൊണ്ട് നടക്കുന്ന പോലെ അവൾ ആരെയും കൊണ്ട് നടക്കാറില്ല. ഞാനും അതെ. ഷീസ് മൈ ബേസ് ഫ്രണ്ട് എവർ. ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കുഴപ്പമില്ല. ഒളിച്ചിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. യാ. ഹേയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അവിടെ വല്ല പല്ലിയോ പാറ്റയോ കാണും? അയ്യോ, ഈ പാറ്റാന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. അയ്യോ, ഇനിയും കുട്ടികളി മാറിയിട്ടില്ലേ നിന്റെ? കുട്ടികളോട് എപ്പോഴും കുട്ടികളെ പോലെ തന്നെ പെരുമാറണം. ഹാ? സിഹിയെ താൻ പുറത്തേക്ക് വിളിച്ചോണ്ട് വരുമ്പോ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാം, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. എങ്ങനെയുണ്ട്? രണ്ടാളുടെ ഒരു കുട്ടികളി. ആ, ഇവിടെ പാറ്റയൊന്നുമില്ല. സിഹി. അവളിവിടെ ഇല്ല സീത. അമ്മേ, സിഹി ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? ഇല്ല മോളെ, കളിക്കാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. എന്താ ഇന്ന് അമ്മയും മോളും ഒക്കെ ലേറ്റ് ആണല്ലോ. ഞാൻ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ മതി. ലേറ്റ് ആയിട്ട് വന്നാ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ വിരുന്ന് കൊടുക്കാണോ അമ്മ വേണ്ടേ? ശ്രേയസിന്റെ കൂടെ കളിക്കാൻ പോയേക്കുവാണോ? അവന്റെ കൂടെ കാണും മോളെ. കളിയെന്ന് കേട്ട പിന്നെ ഈ പെണ്ണ് എല്ലാം മറക്കും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാമേ. സിഹി, നിക്കവിടെ. താനോ? എന്റെ ഫ്രണ്ട് അവിടെ പോയി പറ. നീ ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അവൾ അവിടെ എവിടെയോ കളിക്കാൻ പോയെന്നാ പറഞ്ഞേ. എന്റെ സർപ്രൈസ് എല്ലാം വേസ്റ്റ് ആയി. ശ്രേയസ് ആന്റി, സിഹി എവിടെ പോയി? ഞാൻ അവളെ വിളിക്കാൻ വന്നതാ. നിങ്ങളുടെ കൂടെ അവള് കളിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ആന്റി, സിഹിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നു. ജയാന്റി, ആ പറ സീത. നമ്മുടെ സിഹിയെ കണ്ടിരുന്നോ? ഇല്ല മോളെ, കണ്ടില്ലല്ലോ. ശാന്തയുടെ വീട്ടിലുണ്ടോ നോക്ക്. അവിടെ ഇല്ല. സന്ധ്യക്ക് എവിടെ ഉണ്ടായിരുന്നു, പിന്നെ എവിടെ പോയെന്ന് അറിയില്ല മോളെ. ശരി ആന്റി. ശരി മോളെ.
സിഹയെ കാണാനില്ലെന്ന്. വാട്ട്? അമ്മ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവുന്ന. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അവളെ. സിഹിമോളെ ചെയ്തു കഴിഞ്ഞോ? ഇനിയും കുറച്ചുകൂടി ഉണ്ട് ആന്റി. സിഹിമോളെ കട്ടിലിന്റെ അടിയൊക്കെ തൂത്തായിരുന്നോ? ഇപ്പൊ അടിച്ചോളാം. അതിന്റെ താഴെയൊക്കെ നന്നായിട്ട് ചെയ്യ്. ആ മിടുക്കി കുട്ടി, ഗുഡ് ഗേൾ. സിഹി, എന്താ നീ ചെയ്യുന്നേ? വാ ഇവിടെ, കളഞ്ഞത്. ആ സീതേ, എന്ത് നല്ല കുട്ടിയാ നോക്ക്. എന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ എനിക്ക് ജോലി ഇതാ കുറച്ച് പൈസ തന്നാ മതിയെന്നാ പറഞ്ഞേ. എന്നാലും ചെറിയ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ തോന്നിയല്ലോ. സീതമ്മ, ഞാൻ അവരോട് പറഞ്ഞത് ആന്റി എനിക്ക് ശമ്പളം തരുമല്ലോ. നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നീ പാവല്ലേ സീതമ്മ? ഞാൻ ജോലി ചെയ്താ നിനക്കും ഹെൽപ്പ് ആവുന്ന കരുതിയിട്ടല്ലേ. നീ ഒറ്റയ്ക്ക് എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇത്ര ചെറിയ കുട്ടിയാണിതെന്നുള്ള ബോധം പോലും ഇല്ലേ നിങ്ങൾക്ക്? സീതമ്മ, നടക്ക് വീട്ടിലേക്ക്, നടക്ക്. സീതമ്മ, വാ. ഫ്രണ്ട്, നീ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? സീതമ്മ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ? ഒരക്ഷരം മിണ്ടരുത് നീ, നടക്ക്. മക്കള് കഷ്ടപ്പെടുന്നത് ഒരമ്മയ്ക്കും സഹിക്കാനാവില്ല സിഹിമോളെ. അതുപോലെ അമ്മ കഷ്ടപ്പെടുന്നതും ഒരു മക്കൾക്കും ഇഷ്ടാവില്ല. മതിയായിടി എനിക്കിതൊക്കെ. മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരിക്കണം, എവിടെയും പോകരുതെന്ന് പറഞ്ഞില്ലേ നിന്നോട്? എന്തിനാ അതൊക്കെ? സീത, അവള് പേടിച്ചു പോവില്ലേ? റാം, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഞാൻ എന്റെ മോളോടാ സംസാരിക്കുന്നത്. പറ, നാട് നീളെ സംസാരിച്ച് നടക്കുമല്ലോ. ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് നിനക്കറിയില്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? വാ തുറന്ന് പറ. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് സംസാരിക്കണ്ടെന്ന്? സീത, പ്ലീസ് കൺട്രോൾ. അവൾക്കത് അറിയാത്തത് കൊണ്ട് ചെയ്തതല്ലേ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാ ഫ്രണ്ട്. അറിഞ്ഞോണ്ട് ചെയ്തതാണെന്നോ? ഞാൻ പറഞ്ഞോ നിന്നോട് കണ്ട വീട്ടിൽ പോയി ജോലി ചെയ്യാൻ? ലിസൺ now. If you want, I leave now. പ്ലീസ്, അവളോട് കുറച്ച് സമാധാനത്തോടെ സംസാരിക്കേ. ഫ്രണ്ട്, നീ ഇപ്പൊ പോണ്ട ഫ്രണ്ട്. നീ പോയി കഴിഞ്ഞാ സീതമ്മ ഇനി എന്റെ അടുത്ത് കൊറേ ദേഷ്യപ്പെടും. പ്രിട്ടി പ്ലീസ്, പ്രിട്ടി പ്ലീസ്, പ്ലീസ് പ്ലീസ്. കരയാൻ പാടില്ല, ഓക്കെ? സീതമ്മയെ ഞാൻ സമാധാനിപ്പിക്കാം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ അല്ലേ? നിന്നെ ഇവിടെ ഞാൻ കാണാഞ്ഞോണ്ടല്ലേ സീതമ്മ അത്രയും ദേഷ്യപ്പെട്ടത്? അല്ല, ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാ. കുറച്ച് വെയിറ്റ് ചെയ്യ്, ഷീൽ ബി ഫൈൻ. ഞാൻ ചെയ്തത് തെറ്റാണോ ഫ്രണ്ട്? ഞാനും ജോലി ചെയ്താ സീതമ്മയ്ക്ക് ഹെൽപ്പ് ആണെന്ന് കരുതിയിട്ടല്ലേ? നീ ചെയ്തത് തെറ്റൊന്നുമല്ല, പക്ഷേ അവനവൻ ചെയ്യേണ്ട ജോലിയെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ എനിക്ക് മോളുടെ സ്കൂളിൽ വന്ന് മോള് പഠിക്കുന്ന പോലൊക്കെ പഠിക്കാൻ പറ്റുമോ? എന്റെ പ്രായത്തിൽ ഞാൻ ഓഫീസിലേക്കല്ലേ പോകണ്ടേ? അതുപോലെ നീ ഇപ്പൊ ഇരുന്ന് പഠിക്കണം. ഫ്രണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെ നീ സംസാരിച്ചാ സീതമ്മയ്ക്ക് പിന്നെയും ദേഷ്യം വരും കേട്ടോ. എന്റെ കുഞ്ഞു രാജകുമാരിയല്ലേ നീ? പാലസിൽ പോകാനുള്ളതല്ലേ നമുക്ക്? അപ്പൊ പിന്നെ പാലസിൽ പോയി കഴിഞ്ഞാ നിനക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുമോ? പാലസ് വന്നാ ഞാൻ ജോലി ചെയ്യാൻ പോയാ അത് തിരിച്ചു പോവോ? പിന്നല്ലാതെ, എന്റെ മോള് പ്രിൻസസ് അല്ലേ, പാലസിന് സങ്കടമാവില്ലേ? പാലസിന് സങ്കടം തോന്നുമെങ്കിൽ പിന്നെ സീതമ്മയ്ക്ക് എന്തുമാത്രം സങ്കടമാകും? സോറി സീതമ്മ, സങ്കടായോ നിനക്ക്? നോക്ക് ഫ്രണ്ട്, സംസാരിക്കുന്നേ ഇല്ല. സീതമ്മ, നീ സംസാരിച്ചില്ലെങ്കി എനിക്കും വിഷമാവൂട്ടോ. എനിക്ക് പാലസും വേണ്ട, ഒന്നും വേണ്ട. നീ എന്നോട് മിണ്ട് സീതമ്മ, പ്ലീസ് പ്ലീസ്. സീതമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് സങ്കടമായിട്ടാ ഫ്രണ്ട്. അപ്പൊ എനിക്ക് സഹായിക്കണമെന്ന് തോന്നിയിട്ടാ ഫ്രണ്ട്.
പക്ഷേ അത് സീതമ്മയ്ക്ക് സങ്കടാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു. മക്കള് കഷ്ടപ്പെടുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാനാവില്ല സിഹിമോളെ. പക്ഷേ അമ്മ കഷ്ടപ്പെടുന്നത് ഒരു മകൾക്കും ഇഷ്ടപ്പെടില്ല. വലിയൊരാള് ആരാ പറഞ്ഞത് നിന്നോട് അമ്മ കഷ്ടപ്പെട്ടോണ്ടായിരിക്കുന്നേന്ന്? ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പൈസ കിട്ടില്ല. പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീടിന് എന്താ പറ്റുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേ? എനിക്ക് ഈ വീട് തന്നെ വേണം. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകുമ്പോഴുള്ള സത്യം. അതിനാ ജോലി ചെയ്യാൻ പോയത്. സിഹിമോളെ വാ, കരയല്ലേ. ആരാ പറഞ്ഞത് നിന്നോട്? ഈ വീട് എപ്പോഴും സിഹിമോടെ തന്നെയാ. ഇതിനൊന്നും സംഭവിക്കില്ല. പറ, ഈ വീട് എപ്പോഴും മോളുടെ മാത്രമാണെന്ന് പറ. ഈ വീട് എപ്പോഴും നമ്മുടെയാ. യെസ്, സിഹിമോൾ എന്ത് പറഞ്ഞാലും അത് നടക്കുമെന്നാണല്ലോ സീതമ്മ സാധാരണ പറയാറ്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. സീതമ്മയുടെ ദേഷ്യം കുറഞ്ഞു കഴിഞ്ഞാ എന്നോട് സംസാരിക്കില്ലേ? ഇതും നടക്കോ? 100% നടന്നിരിക്കും. ഫ്രണ്ട്, സത്യമായിട്ടും ദൈവം ഇത് നടത്തി തരുമോ? പിന്നെ ഇതല്ലാതെ പിന്നെ എന്ത് പണിയാ ദൈവത്തിന്? ഒരു മിനിറ്റ് മോളെ. ദൈവമേ, എന്റെ സിഹി പറയുന്നതൊക്കെ അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫ്രണ്ട്, ഇങ്ങനെ ചോദിക്കരുത്. ദൈവത്തിനോട് സ്വീറ്റ് ആയിട്ട് വേണം ചോദിക്കാൻ. ഓ ദൈവമേ, എന്റെ സിഹി പറഞ്ഞത് നടത്തി കൊടുക്കുമല്ലോ അല്ലേ? പ്ലീസ്. മോളുടെ ദൈവം മോളുടെ വീട്ടിൽ നിന്ന് മോളെ പറഞ്ഞു വിടാൻ നോക്കിയാലത് എന്ത് ദൈവം അത്? ഇത് നിന്റെ വീടാ. ദാറ്റ്സ് ഇറ്റ്. സീതമ്മയ്ക്ക് ഇപ്പൊ ദേഷ്യം കുറഞ്ഞു കാണും. ഇല്ല, ഇപ്പോഴും ദേഷ്യത്തിലാ. നല്ല ചൂടിലാണെന്നാ തോന്നുന്നത്. എല്ലാം ശരിയായിക്കോളും. ഡോണ്ട് വറി. ഓക്കെ, നീ സീതമ്മേ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങ. ഇനിയെല്ലാം ശ്രീരാമൻ നോക്കിക്കോളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫ്രണ്ട്, നിനക്ക് ഇവിടെ നിന്നൂടെ? ഇല്ല ചക്കരെ, എനിക്ക് കുറേ ജോലിയുണ്ട്. മോൾക്ക് എപ്പോഴൊക്കെ എന്നെ കാണണമെന്ന് തോന്നോ അപ്പോഴൊക്കെ ഞാൻ വന്നിരിക്കും. തൽക്കാലം മോൾ ആഹാരം കഴിച്ച് കിടന്നോ. ഓക്കെ? ഫ്രണ്ട്, ഈ പൈസ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. സീതമ്മയ്ക്ക് കൊടുക്കാന്ന് കരുതിയതാ. പക്ഷെ സീതമ്മ എന്നോട് സംസാരിക്കുന്നതേ ഇല്ല. ഇനി നീ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കാണിച്ചുതരാ ഞാൻ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. എന്റെ മുത്തല്ലേടി നീ. മുത്ത് രാജകുമാരി. രാജകുമാരി തന്നെയാ. നിന്റെ അമ്മ ആയതുകൊണ്ട് ഞാനാ മഹാറാണി. നീ കരയണ്ട സീതമ്മ. നീയും അതെ. ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, എനിക്ക് നല്ല ദേഷ്യം വരും. ശരി. ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ് റാം. എടാ, ഇതാ ഞാൻ പോട്ടെ. ശരി, സീടാ. എടാ, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കണമായിരുന്നു. ഇത്ര നേരം മിണ്ടായിരുന്നിട്ടാണോടാ? പറ. വെൻഡേഴ്സ് കോൺട്രാക്ട് നോക്കിയിരുന്നു. നോക്കി? അതിൽ ഏകദേശം എല്ലാം ഫേക്കാ. നമ്മുടെ ഭാഗത്തു നിന്ന് പൈസ സാങ്ഷൻ ആയിട്ടുണ്ട്. ഏത് സർവീസിനാണെന്ന് ഒരു ഡോക്യുമെന്റ് ഇല്ല. നീ എന്താ പറയുന്നേ? ഇത് അവിടെ വെച്ച് എൻക്വയറി ചെയ്തൂടെ? ഇത് വേറെ ആരും ചെയ്യില്ല. മാനേജർ അയാളെ ഫോൺ ചെയ്. അവൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തതെന്ന് എങ്ങനെ വിശ്വസിക്കാനാ? ഇല്ലടാ, അയാൾക്ക് ഇതിൽ ഉറപ്പായും പങ്കുണ്ട്.
അവനെ ടൈറ്റ് ആക്കി അവന്റെ മേളിലുള്ളവരൊക്കെ ഒരു പക്ഷെ അലേർട്ടായിരിക്കും. മോളിലുള്ളവരെന്ന് പറഞ്ഞ അതാരാ? ആരെയാ നിനക്ക് സംശയം? പറ. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ടല്ലടാ ചോദിക്കുന്നത്. ഒരു പക്ഷെ അത് ആരാണെന്നറിഞ്ഞാ നീ എന്താ ചെയ്യാ? ഇതെന്ത് ചോദ്യമാടാ? ബ്ലഡി ഐ വിൽ പുട്ട് ദം ബിഹൈൻഡ് ബാർസ്. അവൻ ആരായാലും ശരി, ഹി ഹാസ് ടു ബി പണിഷ്ഡ്. സപ്പോസ് അത് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലോ? ഏയ്, എന്റെ വീട്ടിൽ നിന്ന് ആര് ചെയ്യാനാടാ? നീ വെറുതെ പിച്ചും പേയൊന്നും പറയല്ലേ. അല്ലേ? പൊട്ടനാടാ ഞാൻ, വെറുതെ ഒരു പറച്ചിൽ പറഞ്ഞതാ. വെറുതെ ഇങ്ങനെയൊന്നും പറയണ്ട. എനിവേസ്, നീ നാളെ അവൈലബിൾ വെൻഡേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിക്കുക. അവരെ കോൾ ചെയ്യുന്ന സമയത്ത് മറക്കാതെ എന്നെ കോൺഫറൻസ് കോളിൽ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അവൻ ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. എനിവേസ്, ഗുഡ് നൈറ്റാ. ഗുഡ് നൈറ്റ്. എടാ, വൺ മോർ തിങ്. അഡ്വാൻസ് സാലറി പ്രോസസ് ആയിട്ടുണ്ടായിരുന്നോ? അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അറ്റ് എനി കോസ്റ്റ് ആ വീട് അവർക്ക് തന്നെ കിട്ടണം. നടക്കൂടാ. ഐ തിങ്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് എമൗണ്ട് സീതയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അമേസിംഗ്. ശരി. ഗുഡ് നൈറ്റ്. സീ ടുമോറോ. ഗുഡ് നൈറ്റ്.